സർസംഘചാലകിന്റെ US സന്ദർശനത്തെ എതിർത്ത US കമ്മീഷൻ റിപ്പോർട്ട് തള്ളി ഭാരതം. RSSനെതിരായ പരാമർശങ്ങൾ തികച്ചും പക്ഷപാതപരമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം സർസംഘചാലകിന്റെ സന്ദർശനത്തെ പിന്തുണച്ച് 100-ലേറെ കനേഡിയൻ സംഘടനകൾ രംഗത്ത് വരികയും ചെയ്തു. വാർത്തയിലേക്ക്. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്തിന്റെ സന്ദർശനത്തിനെതിരെ രംഗത്ത് വന്ന USCIRFന് യാതൊരു വിശ്വസനീയതയും ഇല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സ്വന്തമായ അജണ്ടകളോടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആരോപണങ്ങൾക്ക് വിലയില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി ഭാരതത്തിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നതാണ് ഇവരെന്നും അദ്ദേഹം പറഞ്ഞു. US കമ്മീഷന്റെ പ്രകോപനപരമായ പ്രസ്താവനകളെ തള്ളിക്കളയുന്നതായും അത്തരം സംഘടനകളിൽ നിന്ന് അകലം പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദ്വേഷ പ്രചാരണങ്ങൾക്ക് മറുപടിയായി ഭാരതത്തിനെതിരെയുള്ള അജണ്ടകൾ വിലപ്പോവില്ലെന്നും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിലാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. അതേസമയം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനെ സ്വാഗതം ചെയ്ത് കാനഡയിലെ 100-ലേറെ സംഘടനകൾ രംഗത്ത് വന്നു. സാമൂഹിക സംരംഭങ്ങൾക്കും സേവനങ്ങൾക്കും പ്രശസ്തമായ സംഘടനയാണ് RSS എന്നും സർസംഘചാലകിന്റെ സന്ദർശനം കാനഡയിലെ പൗരന്മാർക്ക് ഗുണകരമാകുമെന്നും അവർ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടി. കാനഡ ഇന്ത്യ ഫൗണ്ടേഷൻ, കനേഡിയൻ ആര്യ സമാജ്, ബ്രാംപ്ടൺ ഹിന്ദു സൊസൈറ്റി, ഹിന്ദു സൊസൈറ്റി ഓഫ് കാനഡ, ഹിന്ദു മിഷൻ ഓഫ് കാനഡ, ഹിന്ദു സഭ ടെമ്പിൾ, ഹിന്ദു സ്വയം സേവക സംഘം, VHP കാനഡ, ക്ഷേത്ര സമിതികൾ, സാംസ്കാരിക സംഘടനകൾ, കമ്മ്യൂണിറ്റി സംഘടനകൾ തുടങ്ങിയവയാണ് കത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്. കാനഡയിലെ ഹിന്ദു സമൂഹം ആവേശത്തോടെയാണ് RSS സർസംഘചാലകനെ കാത്തിരിക്കുന്നത്. ജനം, ഡൽഹി.